ഓണസദ്യയിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു പ്രധാന വിഭവമാണ് ഈ പായസങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പലതരം പായസങ്ങൾ ഉണ്ടെങ്കിലും പരിപ്പ് പായസത്തിന് ഒരു പ്രത്യേക സ്ഥാനമാണ് ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും ഓണം സീരീസിന്റെ 14ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. പായസം തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ 200 ഗ്രാം ചെറുപയർ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് ഇനി വറുത്തെടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. പരിപ്പിന്റെ കളർ ചെറുതായിട്ടൊന്ന് ചേഞ്ചായി വരുമ്പോൾ ഒരു കഷ്ണം പരിപ്പെടുത്ത് കടിച്ചു നോക്കുക. കടിച്ചിട്ട് ഇത് പൊട്ടി പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് പാകത്തിനായെന്നാണ് അർത്ഥം. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഈ പരിപ്പ് മാറ്റാം. പരിപ്പ് പായസത്തിനായിട്ട് ഞാനിവിടെ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. 1.5 തേങ്ങയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഒരു വലിയ തേങ്ങയും ഒരു തേങ്ങയുടെ പകുതിയുമാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് 750 മില്ലി രണ്ടാം പാലും എടുത്തിട്ടുണ്ട്. 250 മില്ലി ഒന്നാം പാലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. പരിപ്പ് കഴുകുന്നതിന് മുമ്പാണ് ഞാൻ ഒന്ന് വറുത്തെടുത്തത്. പെട്ടെന്ന് പരിപ്പ് വറുത്ത് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. അതിനുശേഷം ഞാൻ കഴുകിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പരിപ്പ് വേവാൻ ആവശ്യമുള്ള രണ്ടാം പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ഇട്ട ശേഷം ഇതടച്ച് 2 വിസിൽ കേൾക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പരിപ്പ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കര നന്നായിട്ട് ഉരുക്കിയെടുക്കാം. ഞാനിവിടെ 1 കിലോ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. മൊത്തമായിട്ട് ഉരുക്കിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. കുക്കറിലെ ആ ആവി മൊത്തമായി പോകുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പരിപ്പ് ഇവിടെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ ഒരു ഇൻഡാലിയൻ ഉരുളിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലാണ് ഞാൻ പായസം തയ്യാറാക്കുന്നത്. ഈ പരിപ്പൊന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് രണ്ടാം പാല് കുറച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. രണ്ടാം പാൽ ഒഴിക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം മീഡിയത്തിലായിരിക്കണം വെച്ചിരിക്കേണ്ടത്. കുറച്ചായിട്ട് നമുക്ക് ഈ ഒരു പരിപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് പരിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യാനുസരണം നിങ്ങൾക്ക് ശർക്കര ലായനി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ചായിട്ടാണ് ശർക്കര ലായനി ഒഴിച്ചു കൊടുക്കുന്നത്. പായസത്തിന്റെ ആ ഒരു മധുരം കറക്റ്റാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു സമയം എല്ലാം തന്നെ മീഡിയം ഫ്ലെയിമിലായിരിക്കണം നമ്മൾ വെച്ചിരിക്കേണ്ടത്. ഇങ്ങനെ തുടർച്ചയായിട്ട് തന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ കട്ട പിടിക്കാനും അതുപോലെ അടിയിൽ പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ഞാൻ ഓരോ തവണയും ശർക്കര ലായനി ഒഴിക്കുമ്പോഴും ആ പായസത്തിന്റെ ആ ഒരു കളർ ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട്. ചെറിയ രീതിയിൽ ഡാർക്കായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. 1 കിലോ ശർക്കരയാണ് ഞാൻ ഉരുക്കി എടുത്തിട്ടുണ്ടായത്. അത് 1 കിലോ തന്നെ നിങ്ങൾ ഒഴിക്കണമെന്നില്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് മധുരം വേണ്ടത് ആ ഒരു അളവിൽ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. കുറച്ചായിട്ട് ഇനി ഞാൻ ഇതിലേക്ക് 2 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പായസത്തിന്റെ കളർ നല്ല ഡാർക്ക് ബ്രൗൺ ആയിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2 പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. 2 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടിയും 5 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർക്കേണ്ടതുണ്ട്. ഈ പൊടികളിലേക്ക് ഒന്നാം പാല് കുറച്ച് ചേർത്ത് കൊടുക്കാം. ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പൊടികൾ കട്ട പിടിക്കാണ്ട് പായസത്തിലേക്ക് വേഗം അലിഞ്ഞു ചേരുന്നതായിരിക്കും. ഇനി ഇത് നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നല്ല രീതിയിൽ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. പരിപ്പ് പായസത്തിന് നല്ലൊരു ക്രീമി ടേസ്റ്റ് കൊടുക്കുന്നത് ഒന്നാം പാലാണ്. അടുത്തതായിട്ട് ഞാനിവിടെ 1 കപ്പ് ഒന്നാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്നാം പാൽ ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാവുന്നതാണ്. ഒന്നാം പാൽ ഒഴിച്ചിട്ട് തിളപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പോൾ പായസത്തിന് നല്ലൊരു കാരമൽ കളർ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ കുടിക്കാനായിട്ട് തോന്നും. നല്ലൊരു ക്രീമി ടെക്സ്ചർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇനി അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് കാഷ്യൂസും കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കാഷ്യൂ നട്ട്സും കിസ്മിസും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് ചെറുതായിട്ടൊന്ന് വറുത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് പായസത്തിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഈ പായസത്തിന്റെ റെസിപ്പി എൻ്റെ അമ്മയുടെ സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള പായസമാണ് പരിപ്പ് പായസം. പായസത്തിന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മറക്കരുത്. അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കിയിട്ട് ഇതിന്റെ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അപ്പൊ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.